അംഗീകാരമില്ലാത്ത വിവാഹ ബ്യൂറോകൾ സർക്കാർ നിരോധിക്കണമെന്ന് വിവാഹ ബ്യൂറോ ആൻഡ് ഏജൻസീസ് അസോസിയേഷൻ പേരാമ്പ്ര മേഖല വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. ജാനകിക്കാട്ടിൽ വെച്ച് നടന്ന യോഗം സംസ്ഥാന നേതാവ് സ്ഫടികം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ആലക്കോട് ആസ്ഥാനമായി കേരളത്തിനകത്തും പുറത്തും പ്രവർത്തിച്ചു വരുന്ന VBAA വിവാഹ ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ പേരാമ്പ്ര മേഖല 2ാം വാർഷിക ജനറൽ ബോഡി യോഗം ജാനകിക്കാട് മഴവിൽക്കാട് ഫോറസ്റ്റ് റിസോർട്ടിൽ വെച്ച് നടന്നു. VBAA സംസ്ഥാന കോർഡിനേറ്റർ സ്ഫടികം ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ 14 മേഖലകളോളം കോഴിക്കോട് ജില്ലയിലുണ്ട്. എങ്കിലും വളരെയേറെ തലപൊക്കി നിൽക്കുന്ന ഒരു മേഖലയാണ് നമ്മളെ ഈ പേരാമ്പ്ര മേഖല. അതിന് ചുക്കാൻ പിടിച്ച നമ്മളെ സ്റ്റേറ്റ് നിരീക്ഷകൻ ശ്രീ ശ്രീനിവാസൻ, അതുപോലെ മേഖലാ സെക്രട്ടറി ശ്രീ സുധീഷ്, അതിലുപരി മേഖലാ പ്രസിഡന്റ് ശ്രീ പുഷ്പ പ്രമേരി, കൂടാതെ കാർത്തിക നമ്പ്യാർ, റസാഖ്, ഇവരുടെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ നമ്പർ 1 മേഖലയായി ഈ പേരാമ്പ്ര മേഖല മാറിയിരിക്കുന്നത്. രജിസ്ട്രേഷൻ ഇല്ലാത്ത വിവാഹ ബ്യൂറോകൾ നിരോധിക്കണമെന്ന് മേഖലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മറ്റ് വ്യാജ ഏജന്റുമാരുടെയും പ്രവർത്തനത്തെ, ആ ലൈസൻസ് ഇല്ലാത്ത പ്രവർത്തനത്തെ സംഘടന വളരെ ഗൗരവപൂർവ്വം നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ സർക്കാരിന് സംഘടന നിവേദനം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ചേർക്കള മേഖല യോഗത്തിൽ സംഘടനയുടെ മാധ്യമവും തലവൻ ശ്രീ ബിജു ജോർജ് ഒരു പ്രമേയം പാസാക്കിയിരുന്നു. അതായത് അംഗീകാരമില്ലാത്ത വിവാഹ ഏജന്റുമാരുടെയും അതുപോലെ തന്നെ ഓൺലൈൻ മാട്രിമോണിക്കാരുടെയും പ്രവർത്തനം സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് നിയന്ത്രിക്കണമെന്ന് ഒരു പ്രമേയം പാസാക്കിയിരുന്നു. VBAA മേഖലാ സെക്രട്ടറി സുധീഷ് സ്വാഗതം പറഞ്ഞു. മേഖലാ പ്രസിഡന്റ് പുഷ്പ സജീഷ് അധ്യക്ഷത വഹിച്ചു. മഴവിൽ ഗ്രൂപ്പ് ചെയർമാൻ നിജീഷ് മഴവില്ല മുഖ്യ അതിഥിയായിരുന്നു. ഈ പലരും വഞ്ചിക്കപ്പെടുന്നതും കബളിക്കപ്പെടുന്നതൊക്കെ ലൈസൻസ് ഇല്ലാതെയും ഉത്തരവാദിത്തം ഇല്ലാതെയും നമ്മളെ ബന്ധപ്പെട്ട് പല രീതിയിലും പല ആൾക്കാരും വഞ്ചിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു യൂണിയൻ ഉണ്ടാക്കി അതിനെ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി കൃത്യനിഷ്ഠതയോടുകൂടി ആൾക്കാരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നത് വളരെ അഭിനന്ദനാർഹമാണ്. സംഘടനാ വിശദീകരണം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കമല ആർ പണിക്കർ നിർവഹിച്ചു. നമ്മൾ ഒരിക്കലും വയസ്സ് തെറ്റിച്ച് പറയുകയോ ജാതി തെറ്റിച്ച് പറയുകയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം തെറ്റിച്ച് പറയുകയോ ഒന്നും പറയാതെ സത്യസന്ധമായി ചെയ്യുകയാണെങ്കിൽ ഇത് ഈശ്വരന്റെ ഒരു കടാക്ഷമുള്ള ഒരു ജോലിയാണ് നമുക്കുള്ളത്. ഈ ജോലിക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജാതി മതഭേദമന്യേ അല്ലേ, നമുക്ക് ജാതി മതഭേദമന്യേ വയസ്സ് എത്രയാലും ആരോഗ്യമുള്ള കാലത്തോളം ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉത്സാഹം. നമുക്കൊരു പെൻഷനില്ല, നിങ്ങൾ 60 വയസ്സായ കഴിഞ്ഞു പോകണമെന്ന് പറയില്ല, ഒന്നും ഒരാൾ പറയില്ല അല്ലേ, പറയോ? ഒരാളും പറയില്ല. സംസ്ഥാന നിരീക്ഷകൻ ശ്രീനിവാസൻ പേരാമ്പ്ര മുഖ്യ പ്രഭാഷണം നടത്തി. ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടിയ ചാമ എന്ന സിനിമയുടെ സഹസംവിധായകനും നടനുമായ സുധി ഗുരുവര, പേരാമ്പ്ര മേഖലയോട് സഹകരിച്ച് പ്രവർത്തിച്ച രത്നവല്ലി തലശ്ശേരി, പേരാമ്പ്ര മേഖലയിൽ കൂടുതൽ വിവാഹം നടത്തിയ കാർത്തികേയൻ നമ്പ്യാർ, അശോകൻ കായക്കൊടി, പുഷ്പ സജീഷ് എന്നിവർക്ക് ഉപഹാരം നൽകി. ഐഡന്റിറ്റി കാർഡ് വിതരണം സംസ്ഥാന കമ്മിറ്റി അംഗം രത്നവല്ലി നിർവഹിച്ചു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കാർത്തികേയൻ നമ്പ്യാർ, സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൾ റസാഖ്, സന്തോഷ് പയ്യന്നൂർ, ജോയിന്റ് സെക്രട്ടറി നബീസ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി സുധീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. VBAA അംഗങ്ങൾ ചേർന്ന് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി.